പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അനഘ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങോട്ട് വരാനല്ല പ്രശ്നം, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുവേ. അപ്പം ഇങ്ങനെ ഞെട്ടലോടെ അഭി ചോദിക്കുകയാണ്, ഇങ്ങോട്ടേക്ക് വന്നേ. അതെ അങ്ങോട്ടേക്ക് തന്നെ, അനന്തപുരി തറവാട് എവിടെയാണെന്നൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ അനഘ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വഴി തെറ്റിയാലും മൂർത്തി സാറിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചെന്നാൽ എല്ലാവരും പറഞ്ഞു തരും. ഒരു കാരണവശാലും നീ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് അഭി പറയുകയാണ്. അപ്പോൾ അനഘ പറയുകയാണ്, എന്നാൽ പിന്നെ നീ ഇങ്ങോട്ടേക്ക് വാ, അങ്ങനെ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ എത്തിയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ശരി ശരി, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടേക്ക് വരാൻ നോക്കാം എന്നിങ്ങനെ അഭി പറയുവാണേ. എന്നിട്ടിങ്ങനെ അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര ഇന്നത്തെ ദിവസം തന്നെ അവൾക്ക് ഇങ്ങനെ വിളിക്കാനായിട്ട് തോന്നിയല്ലോ. അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കണം. എന്നിട്ട് അഭി പെട്ടെന്ന് നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നവ്യ വലിയൊരു നെക്ലസൊക്കെ എടുത്ത് കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് സംസാരിക്കേണ്ടതെല്ലാം സംസാരിച്ച് കഴിഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുകയാണ്, എൻ്റെ ഫ്രണ്ട്സെല്ലാം 7-ാം മാസമായിട്ട് പാർട്ടി കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞത് അവരിവിടെ വരുമ്പോൾ. അപ്പോൾ മദ്യം ഒഴിക്കണമെന്നാണ് പറഞ്ഞത് ഇങ്ങനെ പറയുവേ. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉള്ളപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ. അപ്പം നവ്യ ചോദിക്കേ, അതുകൊണ്ട് എന്താ പുറത്ത് വെച്ച് പാർട്ടി കൊടുക്കണമെന്ന് ചോദിക്കേ. അത് ആ വായി തന്നെ പറയുന്നുണ്ട്, കുടിക്കാൻ കിട്ടുന്ന ഒരവസരവും മുതലാക്കത്തില്ല അല്ലേന്നും കൂടെ പറയുന്നുണ്ടേ. അതുപോലെ മുത്തശ്ശിയും അമ്മാവന്മാരും ആദർശും അനിയും ഒക്കെ മദ്യത്തിൻ്റെ മണം അറിയാത്തവരാണ്. ആര് പറഞ്ഞു അത്യാവശ്യം കമ്പനി കൂടുമ്പോഴൊക്കെ ആദർശേട്ടനെയും 2 പെഗ്ഗൊക്കെ അടിക്കാറുണ്ട്. എന്ത് വലിയ പാർട്ടിയാണെങ്കിലും മൂപ്പര് കുടിക്കത്തില്ല, അതെനിക്കറിയാം. പിന്നെ വലിയ വലിയ പാർട്ടി നടക്കുന്ന സമയത്ത് കമ്പനി കൊടുക്കേണ്ടി വരും, അത് എതിർക്കുന്നവളല്ലല്ലോ ഞാൻ. പക്ഷെ നീയേ ഒരു കുടിയനാ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും അഭി ചോദിക്കുന്നുണ്ട്, ഈ ഇടയ്ക്കെങ്ങാനും മദ്യപിച്ചതായിട്ട് നീ കാണുന്നുണ്ടോ? 2 ദിവസം മുന്നേ നീ കുടിച്ചിട്ടല്ലേ വന്നത് എന്നിങ്ങനെ നവ്യ ചോദിക്കുക. മണയില്ലാത്ത മദ്യമാണ് കുടിച്ചതെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മുഖത്തുള്ള എല്ലാ ചേഷ്ടകളും ഞാൻ കാണാറുള്ളതാണ്, നിനക്ക് വരാറുമുണ്ടെന്നിങ്ങനെ നവ്യ പറയുവേ. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ് എന്നിങ്ങനെ അഭി ചോദിക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് പോയിട്ട് പറയാണ്, ഒരു മറുപടിയും പറയണ്ട, മദ്യം കുടിച്ച് കഴിഞ്ഞാൽ മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ നീ വരാറുള്ളൂ. പണ്ടൊക്കെ 10 മണിക്ക് മുന്നേ വീട്ടിൽ കയറണമെന്നായിരുന്നു മുത്തശ്ശൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അതൊക്കെ ഇപ്പോൾ കാറ്റത്ത് പോയി. മുത്തശ്ശന് അസുഖം വന്നതോടെ എല്ലാവരും സ്വതന്ത്രരുമായി. എങ്കിലും ഞങ്ങളെല്ലാവരും മുത്തശ്ശനെ ഭയക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ പറയേ, നീ ഒഴിച്ച് ബാക്കി എല്ലാവരും മുത്തശ്ശനെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാ, നിൻ്റെ തല മാത്രം തിരിഞ്ഞുപോയി എന്ന് പറയുക. അപ്പോഴത്തേക്കിനും അഭി പറയുന്നുണ്ട്, നല്ലൊരു ദിവസമായിട്ട് ഞാൻ വഴക്കിനൊന്നും നിൽക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവേ, ചടങ്ങ് നടക്കുന്നതിന് മുന്നേ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്നിങ്ങനെ അഭി പറയേ. അപ്പം നവ്യ ചോദിക്കുന്നത്, ഇപ്പം എന്തിനാണ് നീ പുറത്ത് പോകുന്നത്? എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് വരാനാണെന്നിങ്ങനെ അഭി പറയുവേ. അപ്പം നവ്യ ചോദിക്കേ, മുല്ലപ്പൂവോ? മുല്ലപ്പൂ, ഇന്ന് മുല്ലപ്പൂവൊക്കെ ചൂടിന് സുന്ദരിയായിട്ട് നിൽക്കണം എന്നിങ്ങനെ അഭി പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങ് അലിഞ്ഞു കേട്ടോ. എന്നിട്ട് ഒന്ന് പറയേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിൻ്റെ അനിയത്തി മേടിച്ച്